ഓക്കെ. പാർട്ട് എ വന്നിട്ട് തിയറീൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനിയിപ്പം പാർട്ട് ബി നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് 5th മോഡ്യൂൾ ORB ഏതാണ്? ബാലൻസിങ് ഓഫ് V എഞ്ചിനും ബാലൻസിങ് ഓഫ് എ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനും അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പഠിച്ച ടോപ്പിക്കിലേക്ക് വരാം. കണ്ടീഷൻ ഓഫ് സ്റ്റാറ്റിക് ബാലൻസിങ് ആൻഡ് ഡൈനാമിക് ബാലൻസിങ് അത് പറഞ്ഞതാണ്. സ്റ്റാറ്റിക് ബാലൻസിങ് എന്ന് പറയുമ്പം MR = M1R1 സെയിം പ്ലെയിന്. ഇനിയിപ്പം MR = M1R1 + M2R2 ആണെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്ലെയിന്. ഓക്കെ, ഇനിയിപ്പോൾ ഡൈനാമിക് ബാലൻസിങ് ആണെങ്കിൽ MRL2 എന്ന് പറയുന്നത് = M1R1 × L1 + L2 അങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് 5th മോഡലിൻ്റെ സെക്ഷനിൽ. ഓക്കെ, ശരി. ഇനിയിപ്പം 19B എന്നാ ചോദിച്ചിരിക്കുന്നത്? 4 പ്ലെയിൻ ഉണ്ട്. 4 പ്ലെയിൻ ഉണ്ടെന്ന് പറയുമ്പം ഓക്കെ ABCD ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ് അറ്റാച്ച്ഡ് ആൻഡ് റേഡിയസ് റൊട്ടേഷൻ പറയുമ്പം M1 എന്ന് പറയുമ്പം 20, 30 kg, 24 kg, 26 kg. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ, പിന്നെ 7 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്ലെയിൻ A is 12 സെൻറ്റിമീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ റെഫറൻസ് പ്ലെയിൻ L. അതായത് ഇവിടെ L വരുന്നുണ്ട്. ഇത് എത്രയാണ്? L നിന്ന് A എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ്. എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലെയിൻസ് B, C and D are 5, 30, 60. അതായത് L നിന്ന് Bയിലേക്ക്, L നിന്ന് Cയിലേക്ക്, L നിന്ന് Dയിലേക്ക്. അത് ഡയറക്റ്റ് അവർ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ B എന്ന് പറയുമ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 30 സെൻറ്റിമീറ്റർ, ഇത് 60 സെൻറ്റിമീറ്റർ. അവർ ഡയറക്റ്റ് അത് തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, റെസ്പെക്റ്റീവ്ലി ക്രമമായി. ശരി. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്, അതായത് ഈ എല്ലും എന്നിട്ട് ഇവിടെ ഒരു എമ്മും കൂടെ ഉണ്ട് കേട്ടോ. ഈ എല്ലും എം എന്നും പറയുന്നത് എന്തോന്നാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇവിടെ എന്തോന്നാണ്? എം വരെ ഉള്ളത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 5, 30, 50, 60 എന്നുള്ള രീതിയിലാണ് ഈ സംഭവം വരുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആംഗിൾ വരച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇവർ ഇതിനെല്ലാത്തിനും M1, M2, M3, M4 എന്നാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം M1 നിന്ന് M2 45 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, M1, M2. ഓക്കെ, ഇനി M3 ഇസ് ആംഗിൾ 75 ഡിഗ്രി ഫ്രം M2. M2 നിന്ന് M3 എന്ന് പറയുന്ന സാധനം 75 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. M2 ഇത് M3. ഓക്കെ, പിന്നെ അടുത്തത് M4 ഇസ് 135 ഡിഗ്രി ഫ്രം M3. M3യിൽ നിന്ന് M4 എന്ന് പറയുന്നത് ഒരു 135 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊസിഷൻ ഓഫ് ദ ബാലൻസിങ് മാസ് റിക്വയർഡ് ഇൻ പ്ലെയിൻസ് L ആൻഡ് M. എല്ലിൻ്റെ മാസും എമ്മിൻ്റെ മാസും അതേപോലെ തന്നെ അതിൻ്റെ തീറ്റയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മളെപ്പോഴും കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ. അപ്പം എല്ലിനെ റെഫറൻസ് പ്ലെയിൻ ആക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവരെ സെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 24 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ പ്ലെയിൻസ്, മാസ, റേഡിയസ്, ഫോഴ്സ്, ലെങ്ത്ത്, കപ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ എം കണ്ടുപിടിക്കുക. എമ്മിൻ്റെ എം കണ്ടുപിടിക്കുക, എമ്മിൻ്റെ തീറ്റ എം കണ്ടുപിടിക്കും. അതിനുശേഷം ഫോഴ്സ് പോളിഗണി കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ മിച്ചം വരുന്ന വെച്ചിട്ട് എല്ലിൻ്റെ മാസും എല്ലിൻ്റെ തീറ്റയും കൂടെ കിട്ടും. ഓക്കെ അല്ലേ? ഇനിയിപ്പം 4th മോഡ്യൂളിൻ്റെ അകത്ത് അവർ ORBന്ന് ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ഓഫ് ഗൈറോസ്കോപ്പ്. അത് നമ്മൾ തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തതാണ്. എയ്റോപ്ലെയിൻ ഫ്ലൈങ്ങിട്ട് ഇനിയിപ്പോൾ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഗൈറോസ്കോപ്പിക് എയർക്രാഫ്റ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നത്. 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഒറ്റ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്തോന്നാണ്? ഫൈൻഡ് ദ ടോർക്ക് T. അതായത് ഇത് നമ്മൾ ഡെമോ ക്വസ്റ്റ്യനിൽ നമ്മൾ 4th ക്വസ്റ്റ്യനായിട്ട് ചെയ്ത ക്വസ്റ്റ്യനാണിത്. അതായത് സ്ലൈഡർ ക്രാങ്കിൽ 1ൽ കൂടുതൽ അപ്ലൈഡ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഡെമോക്ക്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മതി. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുപോലെയാണ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ തമ്മിലുള്ള ടോർക്കിനെ അവസാനം കൂട്ടുക. ആദ്യം F മാത്രം ഒന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുക. T1 എടുക്കുക, ടോർക്ക് 1 എടുക്കുക.
എന്നിട്ട് പി ആണ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ് എടുക്കുക. എഫിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ എടുക്കുക. അപ്പം T2 കിട്ടും. എന്നിട്ട് T1നെയും T2നെയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ടോർക്ക് ടോട്ടൽ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കിയിരുന്നാൽ മതി. ലിങ്ക് അറ്റാച്ച് ചെയ്യാം. ഇനിയിപ്പോൾ മോഡ്യൂൾ 3ൻ്റെ അകത്ത് ഓറായിട്ട് ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലെയിൻ ഓവർലേ മെത്തഡ് ഓഫ് സിന്തസിസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിസൈൻ എ 4-bar മെക്കാനിസം വിച്ച് ക്യാൻ കോർഡിനേറ്റ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആംഗിൾസ് ആസ് ഗിവൺ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ക്രാങ്കുകൾ ഔട്ട്പുട്ട് ക്രാങ്കുകളൊക്കെ. ഇനി നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 15ൻ്റെ എക്സ്പ്ലെയിൻ ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ലോ ഓഫ് ഗിയറിംഗ്, അത് നമ്മൾ അതിൻ്റെ PDF കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡ്രൈവിൽ, നോക്കിയിരുന്നാൽ മതി. പിന്നെ പ്രോബ്ലം നോക്കാം. 15ൻ്റെ B എന്തോന്നാണ് ചോദ്യം? എ പെയർ ഓഫ് ഗിയേഴ്സ് ഹാവിംഗ് 40 ആൻഡ് 30 ടീത്ത് ആർ 25 ഡിഗ്രി ഇൻവല്യൂട്ട് ഫോം. ചെറുതിനെ പിനിയനായിട്ട് എടുക്കാം, വലുതിനെ വീലായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്തോന്ന് ചെയ്തു? T = 30 ഇട്ടു, ക്യാപിറ്റൽ T = 40 ഇട്ടു. ഫൈ എന്ന് പറയുന്നത് എത്രയാണ്? ഫൈ എന്ന് പറയുന്നത് 25 ഡിഗ്രിയാണ് ഇൻവല്യൂട്ട് ഫോം. അഡണ്ടം ലെങ്ത് എന്ന് പറയുന്നത്, അഡണ്ടം എത്രയാണ്? 5 mm. ഓക്കെ, മോഡ്യൂൾ എത്രയാണ്? 2.5 mm. ഓക്കെ, ദ സ്മോളർ വീൽ ഈസ് ഡ്രൈവർ, അതായത് പിനിയനാണ് ഡ്രൈവർ, ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ് 1500 RPM. അപ്പം ഇതിനെ ഞാൻ N1 ആയിട്ട് എടുക്കുന്നു, ഇതിന് 1500 RPM ആയിട്ട് എടുത്തു. ഓക്കെ, ഫൈൻഡ് ദ സ്ലൈഡിംഗ് വെലോസിറ്റി അറ്റ് ദ പോയിന്റ് ഓഫ് എൻഗേജ്മെന്റ്, അറ്റ് ദ പോയിന്റ് ഓഫ് ഡിസ്എൻഗേജ്മെന്റ് ആൻഡ് അറ്റ് ദി പിച്ച് പോയിന്റ് എന്ന് പറഞ്ഞാണ് ചോദ്യം. അങ്ങനെ ഈ ഒരു സംഭവമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളുക. ഇങ്ങനെ ചോദിച്ചാൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. അപ്പം ഇതെങ്ങനെ ആദ്യം ചെയ്യാം? അപ്പം M = D/T ആണ് അല്ലേ? അപ്പോൾ D = MT ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്തോന്ന് മോഡ്യൂൾ എത്രയാണ്? 2.5. 2.5 × 40 ചെയ്യുമ്പോൾ എത്ര വരും? 2.5 × 40 100 mm എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ റേഡിയസ്, അതിൻ്റെ ക്യാപിറ്റൽ R എന്ന് എടുത്തു, അത് 50 mm എന്ന് പറഞ്ഞ് വരും അല്ലേ? അപ്പം ഡയമീറ്റർ കണ്ടുപിടിച്ചു, റേഡിയസും കണ്ടുപിടിച്ചു. ഇനിയിപ്പം RA = R + അഡണ്ടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനകത്ത് R എന്ന് പറയുന്നത് 50, അഡണ്ടം എന്ന് പറയുന്നത് 5. അപ്പോൾ എത്ര വരും? 55 mm എന്ന് പറഞ്ഞ് വരും അല്ലേ? അതും കണ്ടുപിടിച്ചു. ഇനി ഇപ്പുറത്തെ സൈഡാണെങ്കിലോ, M = D/T, D = MT. ഇതിനകത്ത് M എന്ന് പറയുന്നത് 2.5. അപ്പോൾ 2.5 × 30 ചെയ്യണം. അപ്പോൾ എത്ര വരും? 2.5 × 30 ചെയ്യുമ്പം 75. അപ്പോൾ 75 mm ആണ് ഡയമീറ്റർ. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര വരും? 37.5 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അതാണ് റേഡിയസ്. RA എന്ന് പറയുന്നത് R + അഡണ്ടം. R എന്ന് പറയുന്നത് 37.5 + അഡണ്ടം 5. അപ്പോൾ 37.5 + 5 അല്ലേ? 5 mm അല്ലേ? = 42.5 എന്ന് പറഞ്ഞ് വരും. 42.5 mm ആണ് എന്തോന്ന്? RA. അപ്പോൾ അത്രയും സംഭവങ്ങളും കിട്ടി, ആ 3 സംഭവങ്ങളും കിട്ടി അല്ലേ? ഡയമീറ്റർ, റേഡിയസ്, RAയും കിട്ടി. സ്ലൈഡിംഗ് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് VS. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അറിയാലോ, ω1 + ω2 × KP അല്ലെങ്കിൽ PL. ഓക്കെ, ഇത് ഇത്രയും വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പം KPയും PLയും കണ്ടുപിടിക്കുക. പാത്ത് ഓഫ് അപ്രോച്ച്, അതായത് എന്തോന്നാണ് അതിൻ്റെ KP. പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ KP, പാത്ത് ഓഫ് റിസസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? PL. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തോന്നാണ്? RA² - R² cos² φ. ഇത് റൂട്ടിൻ്റെ അകത്ത് വരും. എന്നിട്ട് ബാക്കി -R sin φ. ഇതങ്ങനെ വരും. ഇതിൻ്റെയോ പാത്ത് ഓഫ് റിസസിൻ്റെയോ എല്ലാം സ്മോൾ, RA² - R² cos² φ. ഇത് ഇത്രയും റൂട്ടിൻ്റെ അകത്ത് -r sin φ എന്ന് പറഞ്ഞ് വരും അല്ലേ? ഇത് ചെയ്യാൻ നേരത്തെ നമുക്ക് KPയും PLയും കിട്ടും. അപ്പം റൂട്ട് ഓഫ് RA², RA എന്ന് പറയുന്നത് 55, 55² - R², R² എന്ന് പറയുന്നത് 50, 50² × cos എന്ന് പറയുന്നത് φ എന്ന് പറയുന്നത് 25 ഡിഗ്രി, 25 ഡിഗ്രി, 25² ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, റൂട്ടിൻ്റെ പുറത്ത് വന്നു,
മൈനസ് ആർ എന്ന് പറയുന്നത് എത്രയാണ്? 50 ഇൻറ്റു സൈന് 5 എന്ന് പറയുന്നത് എത്രയാണ്? 25 ബ്രാക്കറ്റ് ക്ലോസ് സീക്വൽ ടു അടിച്ചപ്പം 35.815 mm എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് എന്തോന്ന്? കെ പി. അപ്പോൾ കെ പി കിട്ടി. ഇനി അടുത്ത പി എല്ലിന് സെയിം ഫോർമാറ്റ് തന്നെ RA കൊടുത്ത് ഇത് കൊടുക്കുക. അപ്പം RA സ്ക്വയർ എന്ന് പറയുമ്പോൾ 42.5 സ്ക്വയർ മൈനസ് സ്മോൾ ആർ എന്ന് പറയുമ്പം എത്ര വരും? 37.5 സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ 5 അത് കറക്റ്റ് 25 സ്ക്വയർ ഈക്വൽ ടു അല്ല എന്നിട്ട് മൈനസ് ആർ എത്രയാണ്? 37.5 ഇൻറ്റു സൈൻ 5 25 ഈക്വൽ ടു അടിക്കുമ്പം 28.07 mm എന്ന് പറഞ്ഞ് വരും. എന്തോന്നാണ്? പി എൽ. ഓക്കെ. ഇനി വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് സ്ലൈഡിങ്ങിൻ്റെ ഇക്വേഷൻ VS എന്ന് പറയുന്നത് ω1 പ്ലസ് ω2 ബൈ ഏതാണ് ചോദിച്ചിരിക്കുന്നത് അത്. ഓക്കെ. ഇപ്പോൾ കെ പി ആണെങ്കിൽ കെ പി, പി എൽ ആണെങ്കിൽ പി എൽ. ഓക്കെ. സ്ലൈഡിംഗ് വെലോസിറ്റി അറ്റ് പോയിന്റ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുവാണെങ്കിൽ അറ്റ് പാത്ത് ഓഫ് അപ്രോച്ച് എന്നാണ് അർത്ഥം. പാത്ത് ഓഫ് അപ്രോച്ചിന്റെ ആണ് സ്ലൈഡിംഗ്. പോയിന്റ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് പാത്ത് ഓഫ് അപ്രോച്ച് ആണ്. പോയിന്റ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് വരുന്നത് പാത്ത് ഓഫ് അപ്രോച്ചിന്റെ സൈഡാണ് ചോദിക്കുന്നത്. പാത്ത് ഓഫ് അപ്രോച്ചിന്റെ സൈഡാണ് ചോദിക്കുന്നത്. അതായത് കെ പിയുടെ വശമാണ് ചോദിക്കുന്നത്. പോയിന്റ് ഓഫ് ഡിസ്എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് പാത്ത് ഓഫ് റിസസിന്റെ സൈഡാണ് ചോദിക്കുന്നത്. പി എൽ. ഇനി പിച്ച് പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ വെലോസിറ്റി എപ്പോഴും സീറോ ആയിരിക്കും. വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. നമ്മളോട് സ്ലൈഡിംഗ് വെലോസിറ്റി അറ്റ് പോയിന്റ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എന്തോന്ന് എഴുതണം? VS is equal to ω1 പ്ലസ് ω2 ഇൻറ്റു കെ പി എഴുതണോ PL എഴുതണോ? പാത്ത് ഓഫ് അപ്രോച്ച് കെ പി ആണ് എഴുതേണ്ടത്. ഓക്കെ. ഇൻറ്റു കെ പി ചെയ്യുന്നതാണ് എന്തോന്ന്? ഇതിൻ്റെ ഉത്തരം, പോയിന്റ് ഓഫ് എൻഗേജ്മെൻറ്റിൻ്റെ ഉത്തരം. ഇനിയിപ്പം അറ്റ് പോയിന്റ് ഓഫ് ഡിസ്എൻഗേജ്മെൻറ്റ്, അപ്പോൾ VS is equal to ω1 പ്ലസ് ω2 ഇൻറ്റു PL. ഓക്കെ. PL. ഇനി അറ്റ് പിച്ച് പോയിന്റ് എപ്പോഴും വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ ആദ്യം ഇവർ പറയുന്നുണ്ട് സ്മോളർ വീലാണ് ഡ്രൈവർ എന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ N1 എന്ന് പറഞ്ഞ് എടുത്തിരുന്നു. അപ്പോൾ ഇതാണ് എന്തോന്ന്? N2. ഓക്കെ. N2 ബൈ N1 എന്ന് പറയുന്നത് സ്മോൾ ടി ബൈ ക്യാപിറ്റൽ ടി അല്ലേ? അത് ഇതും ഒരാളുടെ ആയിരിക്കും, ഇതും ഇനി ഒരാളുടെ ആയിരിക്കും അല്ലേ? സെയിം ആയിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് N2 അറിയത്തില്ല, ബാക്കിയെല്ലാം അറിയാം. അപ്പോൾ സ്മോൾ ടി എന്ന് പറയുന്നത് എത്രയാണ്? 30 ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 40 ഇൻറ്റു ഈ N1 എന്ന് പറയുന്ന സാധനം ഇപ്പുറം കൊണ്ടുപോയി കഴിയുമ്പോൾ 1500 എന്ന് പറഞ്ഞ് വരും. അപ്പം നോക്കിക്കേ, 30/40 ഇൻറ്റു 1500 ചെയ്യുമ്പോൾ 1125 എന്ന് പറഞ്ഞ് വരുന്നു. അതാണ് N2. അപ്പോൾ N2 കിട്ടിയ എത്രയാണ്? 1125 RPM. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ω2 കണ്ടുപിടിക്കത്തില്ലേ? ω2 = 2π N2/60 എന്ന് പറഞ്ഞ് വരും. 2 ഇൻറ്റു 50π ഇൻറ്റു N2 എന്ന് പറയുന്നത് 1125 60 ചെയ്യുമ്പോൾ എത്ര വരും? 117.809 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് വന്നു. ω1 എന്ന് പറയുന്നത് എത്ര കിട്ടി? 157.009 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇനി ഇത് കഴിച്ച് നമ്മൾ ഇതിനകത്ത് കൊണ്ട് ഇട്ട് കൊടുത്താൽ പോരെ? ഇത് MM-ലാണ് കിടക്കുന്നത്. വെലോസിറ്റി എന്ന് പറയുമ്പം നമ്മൾ മീറ്ററിലേക്ക് ആക്കണം. ഇവിടെ ഇപ്പോൾ 1000, അപ്പോൾ 1 2 3, അപ്പോൾ 0.035815 എന്ന് പറഞ്ഞ് ഇത് മാറും. ഇതെങ്ങനെ മാറും? 0.028
0.028 0.070 മീറ്റർ എന്ന് പറഞ്ഞാവും. അപ്പോഴത്തേക്ക് ഇതിനാക്കാൻ നേരത്തെ എന്തൊന്നാവും 9.84 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഇനി പി എല്ലിൻ്റെ ചെയ്യാൻ നേരത്ത് 0.028 070 ഇതിൻ്റെ ഇത് കിട്ടുന്നത് 7.716 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം പോയിന്റ് ഓഫ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ω1 + ω2 × KP ആണ്. അപ്പോൾ 9.84 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. VS എന്ന് പറയുന്നത് ω1 + ω2 × PL ആണ്. അപ്പോൾ 7.716 അറ്റ് പിച്ച് പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ വെലോസിറ്റി കാണത്തില്ല. V = 0 എന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം പഠിപ്പിക്കാൻ നേരത്ത് ഈ ഒരു ഡെമോ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതാണ് മാക്സിമം വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് ഓഫ് ടീത്ത് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ പിച്ച് പോയിന്റ്. അപ്പം ഒരു പിച്ച് പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. അപ്പം ഈ ലെഫ്റ്റ് സൈഡാണ് എന്തോന്ന് പാത്ത് ഓഫ് അപ്രോച്ച്, റൈറ്റ് സൈഡാണ് പാത്ത് ഓഫ് റിസോഴ്സ്, ആ ഒരു രീതിയിൽ. അപ്പം KPയും PLും. അപ്പം എയ്തർ സൈഡ് ഓൺ ദ പിച്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ പിച്ച് പോയിന്റിന്റെ രണ്ട് സൈഡിലുള്ളതിനെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ KP ചെയ്തു, PL ചെയ്തു, എന്നിട്ട് KPയുടെ ഇത് വെച്ച് നമ്മൾ അത് കൊടുത്തു, PLന്റെ അത് വെച്ച് അത് ചെയ്തത്. ഇപ്പം ഇതിനെ വേറെ രീതിയിലും ചോദിക്കാം, പോയിന്റ് ഓഫ് എൻഗേജ്മെന്റും ചോദിക്കാം, പോയിന്റ് ഓഫ് ഡിസെൻഗേജ്മെന്റും ചോദിക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സെയിം തന്നെ. അപ്പോൾ ആ ഒരു ഐഡിയ മൈൻഡ് വെച്ചിരിക്കുക. ഓക്കെ, അതിനുശേഷം മോഡ്യൂൾ 2ൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആയിട്ട് കോറിയോളിസ് ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന്. സിമ്പിൾ അല്ലേ? അത് വേണമെങ്കിൽ എഴുതാം. നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാതെ. എന്തോന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദ എക്സോസ്റ്റ് വാൽവ് ഓഫ് എ ഡീസൽ എൻജിൻ ആസ് എ ലിഫ്റ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ. ടെക്നിക്കലായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മിക്കപ്പോഴും കമൻറ്റ് ക്വസ്റ്റ്യൻ 14 ആയിരിക്കും. ലിഫ്റ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പം S എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. It is operated by a cam to give equal uniform acceleration and retardation during rise and return. അപ്പോൾ θOയിലും θRയിലും എന്തോന്നാണ്? യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, ദ റൈസ് ഈസ് 90 ഡിഗ്രി. θO എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഓക്കെ, ഡ്വെൽ എന്ന് പറയുന്നത് ഇടയ്ക്കുള്ള ഡ്വെൽ എന്ന് പറയുന്നത് 15 ഡിഗ്രി. ഓക്കെ, റിട്ടേൺ ഡ്യൂറിങ് 120 ഡിഗ്രി. അതും ഓക്കെ അല്ലേ? ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം ബാക്കി നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. റിമൈനിങ് ഡെല്ല് കണ്ടുപിടിക്കാമല്ലോ. 360 നിന്ന് ഇത് 3 എണ്ണം കുറച്ചാൽ മതി. ഓക്കെ, ഡയമീറ്റർ റോൾ ഓഫ് ഫോളോവേഴ്സ് പാസസ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ക്യാം. ഓഫ്സെറ്റ് അല്ല, ആക്സിസ് ഓഫ് ദ ക്യാം തന്നെയാണ്. ക്യാമിൻ്റെ ആക്സിസിൽ കൂടെ തന്നെയാണ് പാസ്സാവുന്നത്. 2 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ റോളറിൻ്റെ. ഇനിയിപ്പോൾ ക്യാം വരയ്ക്കുന്ന കാര്യങ്ങളല്ലേ, അപ്പം അതിൻ്റെ അകത്ത് റോളർ റേഡിയസിനെ സ്മോൾ ആയിട്ട് എടുത്തു. അത് 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഓഫ്സെറ്റ് ഇല്ല. നോർമലായിട്ട് വരയ്ക്കുന്ന പോലെ വരച്ചാൽ മതി. പിന്നെ ബേസ് സർക്കിൾ റേഡിയസ്, അതായത് ക്യാമിൻ്റെ റേഡിയസ് വന്നിട്ട് 6 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഇതിൻ്റെ ആക്സസ് ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ എടുത്തും കൂടെ ഒരു റോളർ ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഈ റോളറിൻ്റെ നടുക്കും ക്യാമിൻ്റെ നടുക്കും കൂടെ ചേർത്തിട്ട് വരയ്ക്കുന്ന ഇതാണ് എന്തോന്ന്? OA. എന്നിട്ട് അവിടെ വെച്ച് വേണം ആംഗിൾ എടുക്കാൻ. ഓക്കെ, OA വെച്ചിട്ട് ഒരെണ്ണം വരയ്ക്കുന്നതാണ് എന്തോന്ന്? പ്രൈം സർക്കിൾ. അപ്പം ഇത് പ്രൈം സർക്കിള്, ഇത് ബേസ് സർക്കിള്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ബേസ് സർക്കിളിൽ വെച്ചിട്ടാണ്. അത് ഞാൻ പഠിപ്പിക്കാൻ നേരത്ത് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വരയ്ക്കേണ്ടത് എവിടെ വെച്ചിട്ടാണ്? ഈ അളവെടുത്ത് വരയ്ക്കേണ്ടത് പ്രൈം സർക്കിളിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് മറക്കാതെ തന്നെ വരയ്ക്കുക. റോളറിൻ്റെ കേസിൽ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. റോളർ വരയ്ക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അത് പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഡ്രോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ആൻഡ് പ്രൊഫൈൽ ഓഫ് ദ ക്യാം. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ക്യാം പ്രൊഫൈല് വരയ്ക്കുക. ഓക്കെ, നോർമലി ചോദിക്കുന്ന പോലെ തന്നെ. ശരി, 1-3 തവണ വായിക്കുക കേട്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ക്യാം എങ്ങനെ കറങ്ങുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ക്യാം റൊട്ടേഷൻ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ ആംഗിൾ എടുക്കാൻ നേരത്ത് ഇവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ എടുക്കും, എന്നിട്ട് നോർമലി ചെയ്താൽ മതി. ഇതെങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ അറിയാമല്ലോ. അപ്പം 90 + 15 + 120 എന്ന് പറയുന്നത് 225 ആണ്. ഇത് 150 മണ്ടയ്ക്കല്ലേ? 150 മണ്ടയ്ക്കായതുകൊണ്ട് നമ്മൾ ഒരു ആംഗിൾ 20 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമ്മൾ സ്കെയിൽ ചെയ്യുന്നു. 1 സെൻറ്റിമീറ്റർ = 20 ഡിഗ്രി എന്ന് സ്കെയിൽ ചെയ്യുന്നു. അപ്പോൾ /20 ചെയ്യുമ്പോൾ എത്ര വരും? 11.25. അപ്പോൾ 11.25 എടുത്ത് സ്കെയിലിൽ ആദ്യം എടുത്ത് വരയ്ക്കുക. എന്നിട്ട് ഓരോ ആംഗിളും
ചെയ്ത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിങ്ങനെ ചെയ്യുക. അതിനുശേഷം ഓരോ ഇത് എത്ര സെൻറ്റിമീറ്ററാന്ന് നോക്കിയിട്ട് അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കുക, എന്നിട്ട് അങ്ങനെ ആക്കുക. അതുപോലെ തന്നെ ഇത് എത്ര സെൻറ്റിമീറ്ററാന്ന് അളക്കുക, എന്നിട്ട് ഇതിനെ ഡിവൈഡഡ് ബൈ 6 കൊടുത്ത് ഇതിനെ 6 ഈക്വൽ പാർട്സ് ആക്കുക. എന്നിട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ വെച്ചിട്ട് വല്ലതും എന്നൊന്ന് സ്ട്രോക്ക് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 30 mm 3 സെൻറ്റിമീറ്റർ. അത് നമ്മൾ സ്കെയിലൊന്നും ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ എക്സാക്സിന് മാത്രമേ ചെയ്യാറുള്ളൂ, സ്കെയിൽ ചെയ്യാറുള്ളൂ. ഓക്കെ, എന്ന് നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈക്വൽ പാർട്സ് ആക്കി. ഓക്കെ, ഈക്വൽ പാർട്സ് ആക്കി തീറ്റ ഒ, തീറ്റ ഡി, തീറ്റ ആറ് കൊടുത്തു. ഇവിടെ സ്ട്രോക്ക് കൊടുത്തു. യൂണിഫോം അസലേഷൻ ആൻഡ് റിട്ടർഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നടുക്കത്ത് ഇതിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് എത്ര 3 സെൻറ്റിമീറ്റർ. അപ്പം 3 ഡിവൈഡഡ് ബൈ 6 ചെയ്തിട്ട് അപ്പോൾ എത്ര 0.5 കൊണ്ട് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇവിടെ അതേപോലെ തന്നെ. എന്നിട്ട് ഇത് രണ്ട് സൈഡും ഒരേപോലെയല്ലേ, അപ്പോൾ ഒരെണ്ണത്തിന് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നേരെ വരച്ചാലും മതി. എന്നിട്ട് എന്തോന്ന് ചെയ്യുക, എന്നിട്ട് 1' വെച്ച് ഇതിങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഹൈലൈറ്റും കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് റോളർ വരയ്ക്കുക. സിമ്പിളാണ്, നോക്കിയിരുന്നാൽ മതി. നമ്മൾ ചെയ്തിട്ടുണ്ട്, സെയിം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. റോളറിൻ്റെ 2 എണ്ണവും നൈഫ് എഡ്ജിൻ്റെ 2 എണ്ണവും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കഴിഞ്ഞുകൊണ്ട് ചെയ്തതിൻ്റെ അകത്തൊക്കെ ഇതുണ്ട്. ഇപ്പം അത് നോക്കിയാൽ മതി, ഡൗട്ടൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ നോക്കാം. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ അകത്ത് OR-A ആയിട്ട് മറ്റേ കൊമ്പൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 4 ബാറിൻ്റെ ഇൻവെർഷൻ, പിന്നെ കപ്ലർ കർവ്. അത് നമ്മൾ നോക്കിയത് ആ തിയറി പാർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫയൽസൊക്കെ. ഇനി OR-B ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, 12ാമത്തെ ചോദ്യം, ഗീവ് എ 4 ബാർ മെക്കാനിസം. 4 ബാർ മെക്കാനിസം എളുപ്പമുള്ളതാണ്. ABCD റഫായിട്ട് വരയ്ക്കുക. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ജോയിൻറ്റ് C. ഇവിടെയാണ് C വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് ജോയിൻറ്റ് C ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ആംഗുലർ വെലോസിറ്റി ഓഫ് CD ആൻഡ് BC. CDയും BCയും അതിൻ്റെ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഒമേഗ CD കണ്ടുപിടിക്കണം, ഒമേഗ BCയും കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി എന്താണ്, ഇഫ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ലിങ്ക് AB is 10 radian/second ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒമേഗ ഡയറക്റ്റായിട്ട് ആംഗുലർ വെലോസിറ്റി തന്നെ തന്നിട്ടുണ്ട്, 10 radian/second. ഓക്കെ, AB എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. BCയും CDയും എത്രയാണ്, 35 സെൻറ്റിമീറ്റർ ആണ്. AD എന്ന് പറയുന്ന സാധനം ഫിക്സഡ് ആണ്, 60 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഫിക്സഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ആംഗിൾ BAD എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇത് സിമ്പിളായിട്ടുള്ള, പെട്ടെന്ന് തന്നെ വരയ്ക്കാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം ഓക്കെ വരച്ചു. അല്ല, വരയ്ക്കാൻ പോകുന്നു. സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = എത്ര കൊടുക്കാം, ഇപ്പോൾ പറയുമ്പോൾ 10. അപ്പം ഒരു 10 എന്തോന്ന് എടുക്കാം, സെൻറ്റിമീറ്റർ ആയിട്ട് കൊടുക്കാം. ഇത് വരയ്ക്കുമ്പോൾ 30 സെൻറ്റിമീറ്ററിന് ആവും. ഓക്കെ, ഇനിയിപ്പോൾ ഒന്ന് ചെയ്യുക, ഗ്രാഫിക്കൽ മെത്തേഡാണ്. അപ്പം വേറെയും കുറേ വരയ്ക്കാനുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ആയിട്ട് വരയ്ക്കുക. അപ്പം 6 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. A എന്ന് പേര് കൊടുത്തു, D എന്ന് പേര് കൊടുത്തു, 60 സെൻറ്റിമീറ്ററിന് കൊടുത്തു, ഫിക്സഡ് ആണെന്നുള്ളതും കാണിച്ചു. ഇനിയിപ്പോൾ അടുത്തത് 60 ഡിഗ്രി എടുക്കുക. അതെത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ വെച്ചു. ഇതാണ് എന്താണ് B. ഇത് 30 സെൻറ്റിമീറ്റർ. 35 എന്ന് പറയുമ്പോൾ 3.5. D വെച്ചിട്ട് എത്ര കൊടുത്തു, B വെച്ചിട്ട് ഈ കിട്ടുന്ന പോയിൻ്റാണ് എന്താണ് C. ഇതും കൂടെ വെച്ചിട്ട് ഗ്രാഫിക്കൽ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഓരോ ലിങ്കിനും പെർപെൻഡിക്കുലർ വരച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. മണ്ടയ്ക്കോട്ടോ താഴോട്ടോ, പിന്നെ തന്നിരിക്കുന്ന ലിങ്കിൽ താഴോട്ട് വരയ്ക്കാൻ നമുക്ക് കുഴപ്പമില്ല. ഇങ്ങനെ വരച്ചു. ഇതെത്ര, 35 സെൻറ്റിമീറ്റർ. ഇത് എത്രയായിരുന്നു, 35 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്തോന്ന് തന്നിട്ടുണ്ട്, ഒമേഗ AB. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഒമേഗ AB എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 10 radian/second ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം എയുടെ അവിടെ നമ്മൾ എടുക്കണോ, ഇല്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. അപ്പോൾ ഇത് കളിക്കുക, കൂട്ടണ്ട. ഇനിയിപ്പോൾ ബീൻ്റെ അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരണം. ഒമേഗ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് താഴോട്ടായിരിക്കും വരുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. 90 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. വെലോസിറ്റി ഓഫ് B, ഇതിപ്പോൾ ഈ ഗ്രാഫിക്കൽ മെത്തേഡ് അല്ല. അപ്പോൾ നമ്മൾ BA, വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A അങ്ങനെ എടുക്കത്തുള്ളൂ. ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡാണെങ്കിൽ ജസ്റ്റ് BB അങ്ങനെ പറഞ്ഞ് എഴുതിയാണ്. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്തത് C. ഇതിപ്പോൾ ക്ലോക്ക് വൈസ് അല്ലേ, അപ്പോൾ ഇത് മണ്ടയ്ക്കോട്ട് BCയിൽ വെച്ച് കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ എടുക്കുക. പെർപെൻഡിക്കുലർ എടുത്തിട്ട് മണ്ടയ്ക്കോട്ട് ഒരു ഇത് കൊടുക്കുക.
സപ്പോസ് ഇപ്പോൾ അറിയത്തില്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്താൽ ഇതിപ്പം മണ്ടക്കോട്ട്, കാരണം ക്ലോക്ക് വൈസ് എല്ലാം മണ്ടക്കോട്ടാണ്. നമ്മൾ കുറേ ദിവസം വർക്കൗട്ട് ചെയ്താൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ ബി സി ബി ആണ് ഇത്. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത് സി ഡിയുടെ എടുക്കണ്ടേ. സി ഡി എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, ഇതങ്ങനെ സി ഡി എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ അപ്പോൾ വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ഡി എന്ന് പറഞ്ഞു വരും. ഓക്കെ അല്ലേ. വെലോസിറ്റി ഓഫ് ബി എ വേണമെങ്കിൽ കണ്ടുപിടിക്കുക ഇപ്പോൾ തന്നെ. എങ്ങനെയാണ് വെലോസിറ്റി ഓഫ് ബി എ എന്ന് പറയുന്നത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആണ്. വെലോസിറ്റി ഓഫ് ബി എ എന്ന് പറയുന്നത് ആർ ബി എ ഇൻറ്റു ഒമേഗ ബി എ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആർ ബി എ എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ. 30 സെൻറ്റിമീറ്റർ നമ്മൾ ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് ആക്കണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 100. അപ്പം 1, 2. അപ്പം 0.1 ഇൻറ്റു ഒമേഗ ബി എ 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു വരും. അതാണ് എന്തോന്ന് വി ബി എ. അപ്പോൾ വി ബി എ കിട്ടി 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്തോന്ന് ചെയ്യുക? വെലോസിറ്റി വെക്ടർ ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് സ്കെയിൽ എടുക്കണം. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര എടുക്കും? 5 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ഡോട്ട് എടുക്കുന്നു എ ഡി എന്ന് പറഞ്ഞ് എഴുതുന്നു. എ കോമ ഡി എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, ഞാനിതിനൊരു 2 മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. 5 വേണ്ട, 2 ആയിരിക്കട്ടെ. 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എനിക്കൊരു 5 സെൻറ്റിമീറ്റർ എടുക്കാൻ 10/2 ആണ് ഞാൻ ചെയ്യാൻ. 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് പാരൽ എടുക്കുന്നു. ഈ വെലോസിറ്റിയുടെ പേരെന്താണെന്നാണ്? വി ബി എ ആണ്. ബി ഇവിടെ ഉണ്ടോ? എ ഇവിടെ ഉണ്ടോ? എ ഇവിടെ ഉണ്ട്. അപ്പോൾ എ ഇവിടെ വെച്ച് വരയ്ക്കും. അപ്പോൾ എന്തൊന്ന് ചെയ്തു? ഇതിനെ കറക്റ്റ് പാരൽ എടുത്ത് പിടിച്ചിരിക്കുകയല്ലേ. താഴോട്ടാണോ ഇങ്ങോട്ടാണോ? താഴോട്ട്. എത്ര സെൻറ്റിമീറ്റർ എടുത്താണ് വരയ്ക്കേണ്ടത്? 5. ഇതാണ് എന്തോന്ന്? ബി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ബി സി ബി. ബി സി ബി എടുത്ത് വരയ്ക്കണം. അതിന് സി ഉണ്ടോ? ബി ഉണ്ടോ? ഇല്ല. സി ഉണ്ടോ? ബി ഉണ്ടോ? ബി ഉണ്ട്. അപ്പോൾ ഇതിനെ കറക്റ്റ് ഇങ്ങനെ എടുക്കുക. മനസ്സിലാണോ? ബി സി ബിനെ കറക്റ്റ് എടുക്കുക. എടുത്തിട്ട് ബി സി ബിനെ കറക്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. എവിടെ വേണോ വരെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ബി സി ഡി. സി ഇവിടെ ഉണ്ടോ? ഡി ഇവിടെ ഉണ്ടോ? ഇല്ല. സി ഇവിടെ ഉണ്ടോ? ഡി ഇവിടെ ഉണ്ടോ? ഡി ഇവിടെ ഉണ്ടോ? അപ്പോൾ ഇവിടെ വെച്ച് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിനെടുത്തു. കറക്റ്റ് പാരൽ പിടിച്ചു. കറക്റ്റ് പാരൽ പിടിക്കുക. കുത്തി തന്നെ പിടിക്കുക. ഓക്കെ, അതിനുശേഷം ഇതിങ്ങനെ വരിക. ഈ മുട്ടുന്ന പോയിൻ്റാണ് എന്തോന്ന്? സി. അപ്പോൾ വന്നിട്ട് ഇത് നമ്മുടെ കൂട്ടി വരയ്ക്കുക. ഓക്കെ, കൂട്ടി വരയ്ക്കുക. വരച്ചു. ഇനി ഇത് വി ബി എ അല്ലായിരുന്നു? വി ബി എ അല്ലേ? ഇപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇപ്പോൾ വി ബി എന്ന് എഴുതുമ്പോൾ എ ടു ബി ആണ് ഡയറക്ഷൻ. എയിൽ നിന്ന് ബിയിലേക്കാണ് ഡയറക്ഷൻ. ഇത് നമ്മൾ എഴുതുന്നത് വി സി ഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. വി സി ഡി. സി ഡി എന്ന് പറയാൻ നേരത്ത് ഡി ടു സി ആണ് ഡയറക്ഷൻ. ഓക്കെ, ഇനിയിപ്പോൾ വി സി ബി എന്നാണ് നമ്മൾ ഇതിന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബി ടു സി ആണ് ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ വെലോസിറ്റി ഡയഗ്രാം കിട്ടി. അപ്പോൾ വി ബി ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. ഇതിനെ ബാക്കിയുള്ളതിനെ നമ്മൾ അളക്കുക. 3.9 എന്നാണ് കിട്ടിയത്. അപ്പം 3.9 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു എത്ര ചെയ്യണം? സ്കെയിൽ ചെയ്യണം. 2 ചെയ്യണം. അപ്പം 7.8 എന്ന് പറഞ്ഞു വരും. അപ്പോൾ 7.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഇനി അടുത്തത് ഇത് ബി സി ഡി. 4 സെൻറ്റിമീറ്റർ ഇൻറ്റു 2 ചെയ്യണം. അപ്പം 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ വെലോസിറ്റി ഓഫ് സി ഡി ഇതും കണ്ടുപിടിച്ചു. ഇനി എന്തോന്നാണ്? ഇനിയിപ്പോൾ ഒമേഗ കണ്ടുപിടിക്കണം. പിന്നെ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ അല്ലേ? അപ്പം ഒമേഗ സി ഡി കണ്ടുപിടിക്കണമെങ്കിൽ ആർ സി ഡി വെലോസിറ്റി സി ഡി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുക. അപ്പം ഒമേഗ സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർ സി ഡി എന്ന് പറയുന്നത് ഏതാണ്? സി ഡി 35 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 35 സെൻറ്റിമീറ്റർ മീറ്ററിലാക്കുമ്പോൾ 0.35 ഇൻറ്റു ഒമേഗ സി ഡി. വി സി ഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ്. 8 എന്ന് പറഞ്ഞിടുക. അപ്പോൾ ഇതിനെ ഇപ്പുറം കൊണ്ടുവന്നാൽ പോരെ. അപ്പം 8/0.035 ചെയ്യുമ്പം എത്ര കിട്ടും? 22.857
റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് എന്താണ് ഒമേഗ സി ഡി കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്ത ഒമേഗ ബി സി. ഒമേഗ ബി സി എന്ന് പറയുമ്പോൾ ബി സിക്കൽ ടു ആർ, ബി സിക്കൽ ടു ആർ ഒമേഗ എന്ന് എഴുതുക. ബി സി അല്ലേ, അപ്പോൾ ആറിന് ബി സി ഇട്ട് കൊടുക്കുക, വിക്കും ബി സി ഇട്ട് കൊടുക്കുക. അപ്പം വി ബി സി എന്ന് പറയുമ്പോൾ ഇത് 7.8 ആണ് എനിക്ക് കിട്ടിയത്. ഇനിയിപ്പം ബി സി എന്ന് പറയുമ്പോൾ ഇത് 35 എന്ന് പറയുന്നിടത്ത് 0.35 ഇൻറ്റു ഒമേഗ ബി സി. അപ്പം 7.8/0.35 എന്ന് പറഞ്ഞു വരും. 22.28 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും ഒമേഗ ബി സി. ഫസ്റ്റ് മോഡലുള്ള ക്വസ്റ്റ്യൻ അത് അത്രേ ഉള്ളൂ. ഇത് 14 മാർക്കിന് ചോദിച്ചിരിക്കുന്നതാണ്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എല്ലാം ഒന്ന് ചെയ്ത് തന്നെ നോക്കുക. ചെയ്ത് നോക്കുമ്പോഴേ ഡൗട്ടൊക്കെ വരത്തുള്ളൂ. ഞാൻ പറയുന്ന എല്ലാം അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാം കറക്റ്റാണെന്ന് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റാവായിരിക്കാം, ചിലപ്പോൾ എനിക്ക് അറിയാത്തായിരിക്കാം. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ക്ഷമിക്കുക, തെറ്റ് തിരുത്തുക. ഓക്കെ, ഏതായാലും കാര്യം മനസ്സിലാക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പം ആ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെ ഇത് ചെയ്യാം, അപ്പോൾ അതിൻ്റെ രീതി എന്താണ്, പാറ്റേൺ എന്താണ്, പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്പീഡിൽ ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു.